അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വർഷം അതായത് 2026 എത്രാമത്തെ നബിദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 1501. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം എന്തായിരുന്നു? അൽ അമീൻ. നബി തങ്ങൾ ജനിച്ച വർഷത്തിന് ചരിത്രകാരന്മാർ നൽകിയിരിക്കുന്ന പ്രത്യേക നാമം എന്താണ്? ഉത്തരം ആനക്കലഹ വർഷം. ഹിറാ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മക്കയിലെ ജബലുന്നൂറിൽ. നബിതങ്ങളിൽ ആദ്യമായി വിശ്വസിച്ചത് ആരായിരുന്നു? ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബിതങ്ങളിൽ വിശ്വസിച്ച ആദ്യ പുരുഷൻ ആരായിരുന്നു? ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ വഹി എഴുത്തുകാരിൽ പ്രധാനി ആരായിരുന്നു? ഉത്തരം സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അബൂലഹബിന്റെ അപരനാമം എന്താണ്? അബ്ദുൽ ഉസ്സാ ബിൻ അബ്ദുൽ മുത്തലിബ്. ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് എത്ര പേർ ഇസ്ലാം സ്വീകരിച്ചു? ഉത്തരം 30 പേർ. പ്രവാചകന്റെ പ്രസിദ്ധമായ ത്വായിഫ് യാത്ര നടന്ന വർഷം ഏതാണ്? ഉത്തരം നുബുവത്തിന്റെ 10ാം വർഷം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാം അഖബ ഉടമ്പടിയിൽ ഒപ്പുവച്ച വർഷം മാസം ഏതാണ്? നുബുവത്തിന്റെ 12ാം വർഷം ദുൽഹജ്ജ് മാസത്തിൽ. പ്രവാചകനുമായി കണ്ടുമുട്ടിയ ഉടനെ ഇസ്ലാം സ്വീകരിച്ച ജൂത പണ്ഡിതൻ ആരായിരുന്നു? ഉത്തരം അബ്ദുല്ലാ ബിൻ സലാം റളിയല്ലാഹു അൻഹു. ബാങ്ക് വിളി സമ്പ്രദായത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ആരോടാണ് പറഞ്ഞത്? ഉത്തരം അബ്ദുല്ലാ ബിൻ സയ്യിദ് ബിൻ സഅലബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷം മക്കയിൽ പ്രബോധനം നടത്തി? 13 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വർഷം മദീനയിൽ പ്രബോധനം നടത്തി? 10 വർഷം. നബി തങ്ങളുടെ കാലത്ത് വ്യഭിചാര കുറ്റത്തിന് എറിഞ്ഞു കൊല്ലപ്പെട്ട വ്യക്തി ആരായിരുന്നു? മായിസ് റളിയല്ലാഹു അൻഹു. പ്രവാചകനിൽ നിന്ന് ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹിജ്റ നടന്ന വർഷം ഏതാണ്? നുബുവത്തിന്റെ 13ാം വർഷം. ക്രിസ്താബ്ദം 622 സെപ്റ്റംബർ 20. ഹിജ്റയുടെ രാത്രി ആരെയാണ് നബി തങ്ങൾ തന്റെ വിരിപ്പിൽ കിടന്നുറങ്ങാൻ ഏർപ്പാട് ചെയ്തത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ വേളയിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എത്രയായിരുന്നു? 22 വയസ്സ്. നബി തങ്ങൾ ഹിജ്റക്ക് ഉപയോഗിച്ച ഒട്ടകത്തിന്റെ പേരെന്താണ്? ഖസ്വാ. ഹിജ്റയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും ആദ്യം പോയ സ്ഥലം ഏതാണ്? സൗർ ഗുഹ. നബി തങ്ങളും കൂട്ടുകാരനും സൗർ ഗുഹയിൽ എത്ര ദിവസം താമസിച്ചു? 3 ദിവസം. ഹിജ്റക്കിടെ കുബായിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ആദ്യമായി ചെയ്തത്? മസ്ജിദുൽ ഖുബ നിർമ്മിച്ചു. മദീനയുടെ പഴയ പേരെന്തായിരുന്നു? യസ്രിബ്. എത്രാമത്തെ വയസ്സിലായിരുന്നു നബിയുടെ ആദ്യ വിവാഹം? 25ാമത്തെ വയസ്സിൽ. നബി തങ്ങൾ ആദ്യം വിവാഹം കഴിച്ച സ്ത്രീ ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങളുമായുള്ള ഖദീജ ബീവിയുടെ വിവാഹം നടത്തിക്കൊടുത്തത് ആര്? ഖദീജയുടെ പിതൃവ്യൻ അംർ ബിൻ അസദ്. നബി തങ്ങൾ ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പ്രായം എത്ര? 40 വയസ്സ്. പ്രവാചക പത്നി ഖദീജ ബീവിയുടെ പിതാവിന്റെ പേരെന്താണ്? ഖുവൈലിദ്. പ്രവാചകന് ഖദീജ ബീവിയിൽ എത്ര മക്കൾ പിറന്നു? 6 മക്കൾ. 2 ആൺകുട്ടികൾ 4 പെൺകുട്ടികൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഖദീജ ബീവിക്ക് ലഭിച്ച വിശിഷ്ട നാമം എന്താണ്? ത്വാഹിറ. പ്രവാചക പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ട വർഷം ഏതാണ്? നബുവത്തിന്റെ 10-ാം വർഷം. പ്രവാചക പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിതാവിന്റെ പേരെന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ വിവാഹം കഴിച്ച വർഷം മാസം ഏത്? നബുവത്തിന്റെ 10-ാം വർഷം ശവ്വാൽ മാസത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക കന്യക ആരാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി വനിത ആരാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പ്രവാചക പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ട വർഷം ഏതാണ്? ഹിജ്റ 57. പ്രവാചക പത്നി ഉമ്മു ഹബീബ ബീവിയുടെ യഥാർത്ഥ നാമം എന്താണ്? റംല. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വിവാഹത്തിന് നബിക്ക് വേണ്ടി മഹർ നൽകിയത് ആരാണ്? നജാഷി രാജാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന വിവാഹം ആരുമായാണ്? സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. നബിയുടെ ദത്തുപുത്രൻ ആരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി വിവാഹം ചെയ്ത സ്ത്രീ ആരാണ്? മൈമൂന റളിയല്ലാഹു അൻഹ. പ്രവാചക പത്നിമാർ പൊതുവായി അറിയപ്പെടുന്ന വിശിഷ്ട നാമം എന്താണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ സിംഹം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച സഹാബി ആരാണ്? ഹംസ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി പങ്കെടുത്ത യുദ്ധം ഏതാണ്? തബൂക്ക് യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര യുദ്ധങ്ങൾ നേരിട്ട് നയിച്ചു? 27 യുദ്ധങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരുടെ സംഘങ്ങളെ അയച്ചു നടത്തിയ യുദ്ധങ്ങൾ എത്രയാണ്? 54 യുദ്ധങ്ങൾ. ഖന്തക് യുദ്ധത്തിന്റെ മറ്റൊരു പേരെന്ത്? അഹ്സാബ് യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര നിർബന്ധമായ ഹജ്ജ് നിർവഹിച്ചു? 1. നബി തങ്ങൾ ഹജ്ജ് കർമ്മം അനുഷ്ഠിച്ച വർഷം ഏതാണ്? ഹിജ്റ 10-ാം വർഷം. നബി തങ്ങൾ എത്ര തവണ ഉംറ നിർവഹിച്ചിട്ടുണ്ട്? 4 തവണ. നബി തങ്ങൾ അവസാനമായി മസ്ജിദ് നബവിയിൽ നിസ്കരിച്ച ദിവസം ഏതാണ്? ഹിജ്റ 11 റബീഉൽ അവ്വൽ 7. നബി തങ്ങൾ വഫാത്തായ ദിവസം ഏതാണ്? ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന കർമ്മം ആരുടെ നേതൃത്വത്തിലായിരുന്നു? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്ത മൈക്കിൾ എച്ച് ഹാർട്ട് അവരിൽ 1-ാം സ്ഥാനം നൽകി ആദരിച്ച മഹാൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മസ്ജിദുൽ അഖ്സ അതായത് ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജെറുസലേം. ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രാം വയസ്സിലായിരുന്നു? 53-ാം വയസ്സിൽ. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ച 1-ാമത്തെ രാജാവ് ആരാണ്? അബിസീനിയയിലെ രാജാവ്. ഇസ്ലാം സ്വീകരിച്ച പ്രഥമ അടിമ ആരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങളുടെ 1-ാമത്തെ ഹജ്ജ് ഏതു വർഷമാണ് നടന്നത്? ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഹിജ്റ 9-ൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കച്ചവട യാത്ര എത്രാം വയസ്സിലായിരുന്നു? എവിടേക്കാണ് പോയത്? 12-ാം വയസ്സിൽ ഷാമിലേക്കാണ് കച്ചവടത്തിന് പോയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിക്ക് നൽകിയ മഹർ എത്രയാണ്? 20 ഒട്ടകം. കഅബയുടെ ഉയരം എത്രയാണ്? 18 മുഴം. ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്തൊരു പള്ളി നിർമ്മിച്ചു. ഏതാണ് ആ പള്ളി? മസ്ജിദുൽ ഖുബാ. ബാങ്ക് വിളി ആരംഭിച്ച വർഷം ഏതാണ്? ഹിജ്റ 2-ാം വർഷം. ഇസ്ലാമിക ഭരണം ആദ്യം നിലവിൽ വന്നത് എവിടെയാണ്? മദീനയിൽ. നബി തങ്ങൾ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെ സംബന്ധിച്ചാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്. മക്ക വിജയം ഏതു വർഷമായിരുന്നു? ഹിജ്റ 8-ാം വർഷം. നബി തങ്ങളുടെ മയ്യിത്ത് മറവ് ചെയ്യേണ്ട സ്ഥലം ആരുടെ അഭിപ്രായ പ്രകാരമാണ് തീരുമാനിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ. അസ്സലാമു അലൈക്കും.